ഒരു കഥ சொல்லிட்டா സാർ? ഇപ്പൊ കൂട്ടുകാരെ നമുക്കൊരു കഥ കേൾക്കാം. പുതിയ കഥയും കൊണ്ട് വന്നടേ തള്ളാം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ല. ഒരിടത്ത് കൃത്യം പറഞ്ഞാൽ 1991 സെപ്റ്റംബർ 7-ാം തീയതി. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. തങ്കച്ച ചേട്ടനും കുഞ്ഞുഞ്ഞമ്മ ചേച്ചിക്ക് ഒരു കുഞ്ഞുമാവ പിറന്നു. അതാണ് ഈ രേണു എന്ന സുന്ദരക്കുട്ടി. നീ എൻ്റെ പപ്പയുടെ പേര് തങ്കച്ചൻ, അമ്മയുടെ പേര് കുഞ്ഞുഞ്ഞമ്മ, ഞാൻ രേണു, എൻ്റെ ചേച്ചിയുടെ പേര് രമ്യ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അച്ഛൻ പപ്പ സാധാരണ എന്താ പറയുക, ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അതായത് കെട്ടിടത്തിൻ്റെയൊക്കെ കമ്പികെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പപ്പ. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ ഞാൻ യോഗ്യതയുള്ളവളായിരിക്കുന്നു. ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഞാൻ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ഇളയ മകനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എൻ്റെ പപ്പ. ഈ കുഞ്ഞിനെ ആര് നോക്കും? ബെസ്റ്റ്. ഈ കുഞ്ഞിനെ ആര് നോക്കും? അപ്പൊ അവന് എൻ്റെ കൂടെ ഉറങ്ങാൻ വന്ന അമ്മ, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ആണ് പോകുന്നത്. അപ്പൊ അത്രയ്ക്കും സ്വാധീനം, എന്നിൽ സ്വാധീനം ചെലുത്തിയ പോലെ നോക്കട്ടെ. ഈ കുഞ്ഞിനെ ആര് നോക്കും? ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ജോലിക്ക് പപ്പ പണിക്ക് പോകുമ്പോ തന്നെ ഞാനും എൻ്റെ ചേച്ചി പറയും, പപ്പ ടാറ്റ ബൈ ബൈ ഓക്കെ സീ യു സിഗ്ന. എങ്ങനെ? ടാറ്റ ബൈ ബൈ ഓക്കെ സീ യു സിഗ്ന. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. അപ്പൊ എന്നും എൻ്റെ പപ്പ സീഗ്ന മേടിച്ചോണ്ടാ വരുന്നത്. അപ്പൊ 2 എണ്ണം മേടിച്ചോണ്ട് വരും. അപ്പൊ എൻ്റെ ചേച്ചി ഒരു ഇച്ചിരി മിടുക്കിയാണ്, സാമർത്ഥ്യക്കാരിയായിരുന്നു അന്ന്. നിനക്കും സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അപ്പം ചേച്ചി പറയും, രേണു നമുക്കിത് 2 പേർക്കും പിച്ചി മുറിച്ചിടാം, അപ്പൊ ഒത്തിരി ഉണ്ടാവും. എന്നിട്ട് നമുക്ക് തിന്നാന്ന് പറഞ്ഞാൽ ഞാൻ മുറിച്ചിട്ട് പകുതിയാകുമ്പോ പുള്ളിക്കാരി അത് മുഴുവൻ തിന്നുവന്ന. നീ എന്നെ പറ്റിച്ചുട്ടോ? വഴക്ക് പിടിക്കും. അത് ചുറ്റുവിട്ട്, വീടിന്റെ ചുറ്റുവിട്ട് അടിക്കാൻ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടുമായിരുന്നു. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. പപ്പയുടെ മുന്നിൽ ഇപ്പോഴും ഞാൻ കുഞ്ഞു വാവ തന്നെയാണ്. എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടലിയ. ഇതൊന്നും ഉറങ്ങാൻ വയ്യ. ഇതെന്ത് സാധനടാ? എൻ്റെ പപ്പ എൻ്റെ കുഞ്ഞിലും അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതായത് ഒരു അപ്പച്ചൻ എന്ന നിലയിലും പപ്പ ഹീറോയാണ്, ഒരു അച്ഛൻ എന്ന നിലയിലും എൻ്റെ പപ്പ ഹീറോ ആണെന്ന് തന്നെ ഞാൻ പറയും. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.